കേരളത്തിൽ ട്രെയിനിന് 130 കിലോമീറ്റർ വേഗത്തിൽ ഓടണം. ഡ്രോൺ സർവേയിലൂടെ പാളം നവീകരിക്കും. തീവണ്ടി വേഗം മണിക്കൂറിൽ 110 കിലോമീറ്ററിൽ നിന്ന് 130 കിലോമീറ്റർ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഏരിയൽ മാപ്പിംഗ് നടത്തുന്നു. മാംഗ്ലൂർ ഷൊർണൂർ സെക്ഷനിലാണ് ഏരിയൽ സർവേക്ക് ഏജൻസിയെ ക്ഷണിച്ചത്. റെയിൽവേ സ്ഥലം, റെയിൽവേ കെട്ടിടങ്ങൾ, അതിര് ഉൾപ്പെടെ രേഖപ്പെടുത്തും. പാളത്തിലെ വളവിന്റെ സ്വഭാവം മനസ്സിലാക്കി അന്തിമ പാള നവീകരണം നടത്തുകയാണ് ലക്ഷ്യം. കേരളത്തിൽ 1-2 പാതയിലെ കുറഞ്ഞ വേഗം 130 കിലോമീറ്ററായി ഉയർത്തുന്നത് ആദ്യം മാംഗ്ലൂർ ഷൊർണൂർ സെക്ഷനിലാണ്. നിലവിൽ മാംഗ്ലൂർ ഷൊർണൂർ സെക്ഷനിലെ തീവണ്ടികളുടെ വേഗം 110 കിലോമീറ്ററാണ്. വേഗം കൂട്ടാൻ ചെറിയ വളവുകൾ നിവർത്തുന്നതടക്കമുള്ള പ്രവൃത്തി നടക്കുന്നുണ്ട്. 288 വളവുകൾ നിവർത്തണം. ഇതിനോടൊപ്പം പാളം, സ്ലീപ്പറുകളുടെ സാങ്കേതികമായ മാറ്റങ്ങൾ, 3ാം സിഗ്നൽ പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടെ പൂർത്തിയായി വരികയാണ്. മാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം വരെ 633 കിലോമീറ്റർ വരാനിരിക്കുന്ന 3ാം പാതയിലെ തീവണ്ടി വേഗം 160 കിലോമീറ്ററാണ്. അതിനു മുൻപ് 1-2 പാതയിൽ കേരളം വേഗത കൂട്ടും. റെയിൽപാളങ്ങളുടെ ഇരുവശവും സുരക്ഷാ വേലി നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. പോത്തന്നൂർ മുതൽ മംഗളൂരു വരെ 30 കിലോമീറ്ററാണ് ആദ്യഘട്ടം സ്ഥാപിക്കുന്നത്. പാലക്കാട് ഡിവിഷനിലെ 8 സെക്ഷനുകളിലായാണ് നിർമ്മാണം നടക്കുന്നത്. തീവണ്ടി വേഗം 130 കിലോമീറ്ററിലേക്ക് ഉയർത്തുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വേലി നിർമ്മിക്കുന്നത്.